ബിജു ഡിവോഷണൽ എനിക്ക് തോന്നുന്നു ഭക്തിഗാനങ്ങൾ ബിജുവിൻ്റെ ഒരു വലിയൊരു തട്ടകമായിരുന്നു. അതിപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏതാണെങ്കിൽ പോലും ആ രംഗത്ത് ബിജുവിൻ്റെ ശബ്ദത്തിലെന്തോ ഒരു ദൈവികത ഉണ്ടെന്നൊക്കെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. അതൊന്നുമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ആ ഒരു അനുഭൂതി, ആ ഒരു ഫീല് പകർന്നു നൽകാൻ വേണ്ടിയിട്ട് ബിജുവിൻ്റെ ശബ്ദം സഹായകരമായിരുന്നു. ഡിവോഷണൽ എന്നതിന് നമുക്കൊരു പാടുമ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയുക, വേറൊന്നും ചേർത്ത് പറയല്ല. സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ കൂടി കലർത്തിയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്, പോപ്പുലാരിറ്റി വശങ്ങൾ. പക്ഷേ ഭക്തിഗാനം അത് ഇന്നും എപ്പോഴും ധാരാളം ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇന്നും ദൈവം അതിനുള്ള അവസരം തരുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് കരുതുന്ന ഒരാളാണ്. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഈ ഭക്തിഗാന മാർക്കറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കാത്ത വലിയൊരു മാർക്കറ്റാണല്ലേ കേരളത്തിൽ? തീർച്ചയായിട്ടും സീസൺ ആകുമ്പോഴേക്കിനും സീഡികളുടെ കാസറ്റുകളുടെ ഒരു പ്രളയമാണ്. തീർച്ചയായും ഏറ്റവും ഡിമാൻഡുള്ളത് ബിജുവിനായിരുന്നോ ഈ രംഗത്ത്? ഞാൻ വന്ന ഒരു കാലഘട്ടം, അത് ഈ ഭക്തിഗാനങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും ഒരുപാട് ഇറങ്ങിയെന്നൊരു സമയവും ഒരുപാട് ആളുകൾ മേടിച്ചിരുന്ന സമയം കൂടിയായിരുന്നു. അന്ന് കാസറ്റാണ്, സി ഡി അല്ലല്ലോ. അപ്പോൾ അന്നെന്ന് പറയുകയാണെങ്കിൽ കാസറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ചുരുങ്ങിയത് 20,000 കാസറ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാസറ്റുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആൽബംസ് ആണെങ്കിലും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ പരിതാപകരമാണ്. ഈ പൈറസി എന്നുള്ള സംഭവം വന്നിട്ട് ഇന്നിപ്പോൾ എല്ലാവരും എന്താ പറയുക, സി ഡി കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ലാപ്ടോപ്പിലിട്ട് റിപ്പ് ചെയ്തെടുക്കുന്നു, നേരെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു MP3 അല്ലെങ്കിൽ ഒരു USB കൊടുത്തു കഴിഞ്ഞാൽ 120, 160, 200 പാട്ട് വരെ നമുക്ക് കിട്ടും. ആ മാർക്കറ്റ് അപ്രത്യക്ഷമായി അല്ലേ? അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഈ വിപണി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഒരു പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും വർക്കുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സമയത്താണ്, ഏറ്റവും പീക്കിലാണ് ബിജു. ഒരുപാട് മഹാഗായകർക്ക്, വലിയ ഗായകർക്ക്, ഇപ്പം പി ജയേന്ദ്രനെ പോലുള്ള ഗായകർക്കെല്ലാം ട്രാക്ക് പാടിയിട്ടുണ്ട്. ഈ ട്രാക്ക് പാടൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നു മലയാള പിന്നണി ഗാനാലാപനത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും പയറ്റിയ ഒരു സംഭവമാണ്. അതിലൂടെയാണ് പിച്ച വെക്കണത്. പിന്നീട് ഇവരെയൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം, സൗഹൃദം പിന്നീട് ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. നമ്മൾ ആദ്യം കോറസ് പാടി, പിന്നെ ഇപ്പോൾ ജയേട്ടൻ അല്ലെങ്കിൽ ഇതുപോലെ സീനിയേഴ്സ് ആയിട്ടുള്ള സിംഗേഴ്സിന് ട്രാക്ക് പാടി, അങ്ങനെ പടിപടിയായിട്ട് വന്നാണ്. ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് സ്ട്രൈറ്റ് പാടി എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്താണ് പിന്നെ റെക്കോർഡിംഗ് എന്നുള്ളതും റെക്കോർഡിംഗ് എക്സ്പീരിയൻസൊക്കെ മനസ്സിലാക്കിയ ശേഷം, അതേപോലെ തന്നെ ഇപ്പോൾ രാഘവ് മാഷിനെയൊക്കെ പോലുള്ള തലമുതിർന്ന ആളുകളുടെയൊക്കെ വർക്കുകളാണ് ആദ്യം ട്രാക്ക് പാടുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വർക്കിൻ്റെ എങ്ങനെയാണ് ക്വാളിറ്റിയിൽ നമ്മൾ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. അന്ന് സ്വന്തമായൊരു സ്വതന്ത്ര ഗായകനായി ഉരുത്തിരിയുന്നതിനെ കുറിച്ചൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ടാവും ഈ ട്രാക്ക് പാടുമ്പോൾ. ഈ ട്രാക്ക് തന്നെയാണോ നമ്മുടെ ഗതി, അതെയോ? അല്ല, പണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലൊക്കെ വെച്ചിട്ട് ഈ ട്രാക്ക്. മദ്രാസിലൊരു വിഷയമുണ്ട്. മദ്രാസിൽ ഇതൊന്നും വിഭിന്നമാണ് സ്ഥിതി. അവിടെ നമ്മൾ ട്രാക്ക് പാടി അങ്ങനെ കുറേ ട്രാക്ക് പാടി കഴിഞ്ഞാൽ പിന്നെ ട്രാക്ക് സിംഗറായിട്ട് മാത്രമായിട്ട് മാറിപ്പോവും. ഈ പിന്നെ സ്ട്രേറ്റ് പാടുമ്പോഴത്തേക്കും ആ പുള്ളി പക്ഷേ ട്രാക്കല്ലേ പാടുന്നത്, സ്ട്രേറ്റ് അങ്ങനെ 1-2 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള പല ട്രാക്ക് സിംഗേഴ്സും. പക്ഷെ ഭാഗ്യവശാൽ നമ്മൾ ആദ്യം ചെന്നൈ പോകുന്നത് തന്നെ സ്ട്രേറ്റ് പാടാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ കുറേ പൈറ്റ് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അത് തന്നെ രസമാണ്. കാരണം വെച്ചാൽ ആദ്യം ചെന്നൈയിൽ പോകുന്നത് വെങ്കലം എന്ന്. അതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ വരട്ടെ. പിന്നെ ബിജുവിനെ വളരെ നേരത്തെ എനിക്കറിയാം. അത് വളരെ ഒരു സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരുപാട് ഗാനമേള പ്രോഗ്രാംസ് നിറയെ ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും പോയി ഒരുപാട് ഗാനമേളകൾ നടത്തിയിട്ടുള്ളൊരു നല്ലൊരു ഗായകനാണ്. ഇനിയും വീണ്ടും വീണ്ടും നല്ല നല്ല ചിത്രങ്ങളിൽ പാടാനും നല്ല ജീവിതം നയിക്കാനും ഗുരുവായൂരപ്പൻ ബിജുവിനെ എപ്പോഴും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവട്ടെ, രക്ഷിക്കട്ടെ, നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
വളരെ ശുദ്ധനായിട്ടുള്ളൊരു ഇവിടെ ഈ JB ജംഗ്ഷനിൽ അദ്ദേഹം വന്നിട്ട് എനിക്കൊരു 3-4 മണിക്കൂർ അദ്ദേഹം പാട്ടുകളൊക്കെ ബൈഹാട്ടാണ്. ഒരു 4 മണിക്കൂറോളം അദ്ദേഹം നിറഞ്ഞു പാടി. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമല്ല, അദ്ദേഹം ദാസേട്ടൻ്റെ പാട്ടുകളും എല്ലാവരുടെയും പാട്ടുകൾ അദ്ദേഹം പാടി. സാധാരണ ഈ ഒരു സ്റ്റേച്ചറുള്ള ഒരു ഗായകന് അതിനൊന്നും ഒരാവശ്യമില്ല. റാഫിയുടെ പാട്ടുകളും ഹിന്ദി പാട്ടുകളും എല്ലാം സുശീലാമ്മ, ജാനകിയമ്മ, ഒരു പാട്ട് പോലും പോലും മാറുന്നിട്ടില്ല. ജയേട്ടനെ പോലൊരു മഹാഗായകന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ബിജു പാടുമ്പോൾ തീർച്ചയായിട്ടും ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഇന്നത്തെ ഒരു എവർഗ്രീൻ ഗാനമാണിത്. കാരണം ഞാൻ ഗാനമേളകൾക്ക് പാടി തുടങ്ങുന്ന സമയത്ത് എറണാകുളത്ത് ശ്രുതിലയം എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്രയിലൊക്കെ പാടിയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിലോ എൻ്റെ ഓർക്കസ്ട്രയിലൊക്കെ പാടിയിരുന്നു. ആ സമയത്ത് ജയേട്ടൻ്റെ ഈ ഗാനം ഒരുപാട് സ്റ്റേജുകളിൽ ഈ ഹർഷബാഷ്പം പാടിയിട്ടുണ്ട്. സാധാരണ അതെല്ലാവരും പാടുന്നൊരു പാട്ടല്ല, ഒരു റയർ സോങ് ആണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഗാനമാണ്. പിന്നെ ജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, പലർക്കും ജയേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ, നമുക്ക് പെരുമാറാൻ കുറച്ചൊന്ന് പരിക്കൻ അല്ല, പക്ഷേ ഇത്രയേറെ ശുദ്ധനായിട്ടൊരു മനുഷ്യൻ, ഒരു ഇത്ര സീനിയർ ആണെങ്കിൽ പോലും നമുക്ക് എന്തും സംസാരിക്കാം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരുമിച്ച് ദുബായിക്ക് പോയത് 3.5 മണിക്കൂറും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് പോയി ദുബായ് ലാൻഡ് ചെയ്യണവരെ പാട്ട് നല്ല സംസാരം, ഭയങ്കര സംസാരപ്രിയനാണ്. പക്ഷെ മൂപ്പർക്ക് ഒരു കംഫർട്ട് വേണം. അതെ അതെ അതെ, അദ്ദേഹത്തിൻ്റെതായ ഒരു കംഫർട്ട് സോൺ. അതെ, അത് എല്ലാവരുമായിട്ട് അങ്ങനെ അടുക്കില്ല. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ മനസ്സ് തുറക്കുള്ളൂ. അതെ, അതിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും ഉണ്ട്. അതെ, പക്ഷെ വേറെ ആരുടെ കാര്യത്തിൽ പുള്ളി ഇടപെടാനും പോകില്ല. അതെ അതെ, കറക്റ്റ് കറക്റ്റ്.